ഹായ് ഫ്രണ്ട്സ്, മിറാക്കിൾസ് ഓഫ് ടെക്വലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ ആരെങ്കിലും ബ്ലോക്ക് അടിച്ചിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് ആ ഒരു വ്യക്തിയെ കണ്ടുപിടിക്കുന്നതെന്നാണ് നോക്കുന്നത്. അപ്പോൾ പലർക്കും അറിയാം, ബ്ലോക്ക് അടിച്ചിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകത്തില്ല ആരാണ് നമ്മൾ ബ്ലോക്ക് അടിച്ചതെന്ന്. അപ്പം വളരെ എളുപ്പത്തിൽ നമുക്ക് ആ ഒരു വ്യക്തിയെ മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ അവരുടെ പ്രൊഫൈലിംഗ് കാര്യങ്ങൾ നമുക്ക് നൈസായിട്ട് എടുക്കുന്നത് എങ്ങനെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ ഷെയർചാറ്റിൻ്റെ ആപ്ലിക്കേഷനിൽ കയറുന്ന സമയത്ത് നിങ്ങളുടെ ഒന്നുകിൽ ഫോളോ ലിസ്റ്റോ അല്ലെങ്കിൽ IBയിലോ ആയിരിക്കും ഈ ഒരു ബ്ലോക്ക് ലിസ്റ്റ് നിങ്ങൾ ശ്രദ്ധപ്പെടുന്നത്. അപ്പോൾ നമ്മൾ നേരെ IBയിലോട്ടാണ് പോകുന്നത്. ഏറ്റവും താഴെ ലൈവ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ആ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആണെങ്കിൽ IB കാര്യങ്ങളൊക്കെ ഓപ്പൺ ആവുന്നതായിരിക്കും. ഇപ്പോൾ ഞാൻ ഏറ്റവും മുകളിലത്തെ ഐഡി ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഞാനെങ്കിൽ ഈ മുകളിലത്തെ ഐഡിയിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ നമ്മളാണെങ്കിൽ മെസ്സേജ് കാര്യങ്ങൾ അയച്ചു കഴിഞ്ഞാൽ അവർക്ക് ചെല്ലത്തില്ല, നമുക്ക് മാത്രമേ കാണിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ ആ ഒരു അക്കൗണ്ടിൻ്റെ പ്രൊഫൈലോട്ട് കയറാം. പ്രൊഫൈലിൽ കയറുന്ന സമയത്ത് ഇതുപോലെ വൈറ്റ് ആയിരിക്കും കാണുന്നത്. അപ്പം ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ബ്ലോക്കാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഷെയർചാറ്റിൽ നിങ്ങൾ ബ്ലോക്ക് അടിക്കുമ്പോഴാണ് ഈ ഒരു സംഭവമായിട്ട് വന്ന് കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും, ആ ഒരു വ്യക്തിയുടെ പേര് കിടപ്പുണ്ട്. അതിനുശേഷം ഏറ്റവും താഴെ ഒരു ഹാൻഡിൽ ID ഉണ്ട്. ഹാൻഡിൽ ID എന്ന് വെച്ച് കഴിഞ്ഞാൽ തൂലിക നാമമാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമേ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നെങ്കിൽ തൂലിക നാമം നിങ്ങൾ എവിടെയെങ്കിലും നോട്ട് ചെയ്യുമോ, അല്ലെങ്കിൽ കോപ്പി പേസ്റ്റ് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യുമോ എല്ലാം ചെയ്യുക. അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ നിന്ന് നിങ്ങൾക്ക് കോപ്പി പേസ്റ്റ് ചെയ്യാൻ പറ്റുന്ന പല പല ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഞാൻ അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ആദ്യമേ ഈ ഒരു നെയിം കോപ്പി ചെയ്തെടുക്കുകയോ അല്ലെങ്കിൽ നോട്ട് ചെയ്യുകയോ ചെയ്യുക. അതിനുശേഷം ഞാൻ പറയുന്ന പോലെ കറക്റ്റായിട്ട് ചെയ്യുക. അപ്പോൾ തൽക്കാലം ഈ ഒരു നെയിം കോപ്പി ചെയ്തു. അതിനുശേഷം നമുക്ക് നേരെ ബൈക്ക് അടിച്ചിറങ്ങാം. അതിനുശേഷം നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ ഷെയർചാറ്റ് ഇല്ലാത്ത ഒരു വ്യക്തിയാണെങ്കിൽ നമുക്ക് ഈ ഒരു അക്കൗണ്ട് ലോഗൗട്ട് ചെയ്യണം. ലോഗൗട്ട് ചെയ്താലേ നമുക്ക് ഈ പരിപാടി നടക്കത്തുള്ളൂ. അപ്പോൾ തൽക്കാലം നമ്മുടെ പ്രൊഫൈലിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. അതിനുശേഷം ഏറ്റവും മുകളിലും +. ഉണ്ട്. ആ ഒരു ഭാഗത്തോടെ ക്ലിക്ക് ചെയ്യുന്നു. ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് സെറ്റിങ്സ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ചിലരുടെ ടീം വ്യത്യാസമായിരിക്കും. ഇത് പഴയ വെർഷനാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ടീമായിരിക്കും കാണിക്കുന്നത്. അതിനുശേഷം ഏറ്റവും താഴെ വരുന്ന സമയത്ത് ലോഗൗട്ട് സൈൻ ഔട്ട് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പം നമ്മുടെ അക്കൗണ്ട് ലോഗൗട്ട് ആവുന്നതായിരിക്കും. ലോഗൗട്ട് ആക്കുന്നത് എന്തിനാണെന്ന് ഞാൻ അവസാനം പറഞ്ഞുതരാം. ലോഗൗട്ട് ആക്കി കഴിഞ്ഞിട്ട് നിങ്ങൾ രണ്ടാമത് വീണ്ടും കയറുന്ന സമയത്ത് നമ്പർ വെരിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഡയറക്റ്റായിട്ട് കയറിയിട്ട് നമ്മുടെ ആണെങ്കിൽ ലാംഗ്വേജ് കാര്യങ്ങളൊക്കെ അടിച്ചു കൊടുത്ത് കറക്റ്റായിട്ട് കയറി വരിക. അങ്ങനെ കയറിയിരുന്ന സമയത്ത് ഇവിടെ വരും. അപ്പോൾ നിങ്ങൾ നമ്പർ അടിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ പഴയ നമ്പർ അടിച്ചു കൊടുക്കരുത്. ഇനി ഒന്നിൽ കൂടുതൽ ഷെയർചാറ്റുള്ളവരാണെങ്കിൽ നൈസായിട്ട് ആ ഒരു അക്കൗണ്ടിലോട്ട് കയറിയാൽ മതി. ഇതുപോലെ ലോഗൗട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അതിനുശേഷം നിങ്ങൾ ഏറ്റവും മുകളിൽ സെർച്ച് എന്ന ഓപ്ഷൻ ഉണ്ട്. ആ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു തൂലിക നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ചെയ്യുക. ഇവിടെ ആദ്യം കയറുമ്പോൾ പോസ്റ്റാണ്. രണ്ടാമത് കയറുന്നത് പ്രൊഫൈൽ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ഒരു ഭാഗത്ത് കയറി കഴിഞ്ഞാൽ നമുക്കാണെങ്കിൽ ആ ഒരു വ്യക്തിയുടെ പ്രൊഫൈൽ കണ്ടുപിടിക്കാൻ പറ്റുന്നതായിരിക്കും. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, സെയിം ഹാൻഡിൽ ID ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഏറ്റവും മുകളിൽ +. ഉണ്ട്. ആ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കാണെങ്കിൽ ഈ ഒരു അക്കൗണ്ടിൻ്റെ പ്രൊഫൈൽ ലിങ്കുകൾ കാര്യങ്ങളൊക്കെ എടുക്കാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ ലോഗൗട്ട് അടിക്കണമെന്ന് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മെറ്റ അക്കൗണ്ടിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കണ്ടപോലെ ബ്ലോക്ക് ലിസ്റ്റിലേ കാണിക്കത്തുള്ളൂ. ഇപ്പോൾ ലോഗൗട്ട് അടിച്ചിട്ട് നമ്മൾ നമ്പർ വെരിഫൈ ചെയ്യാൻ കയറിയോണ്ടാണ് ഇപ്പം നമ്മളാണെങ്കിൽ ഇപ്പം ബ്ലോക്ക് കാണിക്കാനത്. ഇനി ഒന്നിൽ കൂടുതൽ ഷെയർചാറ്റുള്ളവരാണെങ്കിൽ ഡയറക്റ്റായിട്ട് നേരെ ആ സെർച്ച് ലിസ്റ്റിൽ പോയി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു അക്കൗണ്ട് കിട്ടുന്നതായിരിക്കും. അപ്പം വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇതിൽ എടുക്കാൻ സാധിക്കും. അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. ബൈ.